നെന്മാറ പോത്തുണ്ടിയിലുണ്ടായ ഇരട്ട കൊലപാതകത്തിന്റെ ഒന്നാം പ്രതി പോലീസ് സ്റ്റേഷനിലെ ഓഫീസർ ചാർജ് വഹിക്കുന്നവരാണെന്നും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും മുൻ KPCC അധ്യക്ഷൻ കെ മുരളീധരൻ. BJPയിൽ നിന്നും കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് ജി വാര്യർക്ക് ജന്മനാടായ ചെത്തല്ലൂരിൽ UDF നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിയെ അറസ്റ്റ് ചെയ്ത് ജാമ്യം റദ്ദാക്കണമെന്ന് എന്തുകൊണ്ട് പോലീസ് പറഞ്ഞില്ലെന്നും അദ്ദേഹം ചോദിച്ചു. പോലീസിന്റെ അനാസ്ഥയാണ് ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ ക്രമസമാധാന നില തകരാറിലായി. പാലക്കാട് എലപ്പുള്ളിയിൽ സ്വകാര്യ മദ്യക്കമ്പനി തുടങ്ങാൻ യാതൊരു കാരണവശാലും അനുവദിക്കില്ലെന്നും ജനമുന്നേറ്റത്തിലൂടെ അതിനെ എതിർക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. ഒരു കൊലപാതകി, ജാമ്യത്തിലിറങ്ങിയ ഒരു കൊലപാതകിയെ വീണ്ടും അറസ്റ്റ് ചെയ്ത ജാമ്യം റദ്ദാക്കാൻ ശ്രമിക്കുന്നതിന് പകരം അയാളെ ചോദ്യം ചെയ്ത് വിട്ടയച്ച് അവസാനം ഗൃഹനാഥനെയും അദ്ദേഹത്തിന്റെ അമ്മയും, പ്രായം ചെന്ന അമ്മയും വെട്ടിക്കൊല്ലുന്നൊരവസ്ഥയിലെത്തി. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇന്നലെ നടന്ന ആ കൊലപാതകത്തിന്റെ ഒന്നാം പ്രതി ആ പോലീസ് സ്റ്റേഷനിലെ ഓഫീസർ ചാർജ് വഹിക്കുന്ന വ്യക്തിയാണ്, പോലീസ് ഉദ്യോഗസ്ഥനാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്നാ ഞാൻ പറയുന്നത്. കാരണം ആ വ്യക്തി ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ജാമ്യം റദ്ദാക്കണം എന്ന് കോടതിയിൽ പറയായിരുന്നില്ലേ? എന്തുകൊണ്ട് പറഞ്ഞില്ല? നമ്മുടെ പോലീസ് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഈ ജില്ലയിൽ നടന്നത്. UDF ചെയർമാൻ ഹംസ അധ്യക്ഷത വഹിച്ചു. തച്ചനാട്ടുകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P. കൃഷ്ണദാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് മുഖ്യപ്രഭാഷണം നടത്തി. VK ശ്രീകണ്ഠൻ MP, MS അലവി, മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. പ്രീത, അഹമ്മദ് അഷറഫ്, P. ഗിരീഷ്, തച്ചനാട്ടുകരയിലെ വിവിധ കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കൾ, KSU യൂത്ത് ലീഗ് സംഘടനാ ഭാരവാഹികൾ, വിവിധ നിയോജക മണ്ഡലങ്ങളിലെ KSSPA ഭാരവാഹികൾ, ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ മറുപടി പ്രസംഗം നടത്തി. ചെത്തല്ലൂരിൽ പുതുതായി പ്രവർത്തനമാരംഭിച്ച കോൺഗ്രസ് ഓഫീസ് കെ മുരളീധരൻ നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു. UTV ന്യൂസ്, പാലക്കാട്.